വിജയ്, നാളെ വൈകുന്നേരം 6:30 മണിക്ക് അറ്റ് ഷോപ്പിംഗ് സെന്റർ. ഞാൻ കാത്തു നിൽക്കും. അപ്പൊ ഇറങ്ങുന്നില്ലേ? ഇല്ല, എനിക്ക് അല്പം അത്യാവശ്യമുണ്ട്. ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട, ഇനി ഒരിക്കലാവട്ടെ. ഗുഡ് നൈറ്റ്. നൈറ്റ്. വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചാൽ വരട്ടെ വരട്ടെ എന്ന് പറയും. എത്ര നാൾ കാത്തിരിക്കും? വരേണ്ടപ്പോ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? നടപ്പുള്ള കാര്യമാണെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. എന്നാൽ പിന്നെ അത് അറിയിക്കരുതായിരുന്നു. ഞാൻ എയർപോർട്ടിൽ വരുമായിരുന്നല്ലോ. നീ തനിച്ച്. അത് സാരമില്ല, വേണമെങ്കിൽ ഈ ലോകം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കും. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ പ്ലാൻസ് എല്ലാം നീ തെറ്റിക്കും. എന്താ പ്ലാൻ? പല ഗേൾ ഫ്രണ്ട്സിനെയും കിട്ടിയിരിക്കും. അതറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. നാട്ടിൽ വന്ന് വലിയ സ്റ്റൈലൻ കോട്ടേജ് ഒക്കെ കെട്ടി നല്ല റൊമാൻറ്റിക് ആയി കഴിയാമെന്ന് വിചാരിച്ചു. അതങ്ങ് കയ്യിലിരിക്കട്ടെ. ഒറ്റ പെണ്ണിനെ ഞാൻ ഈ വീട്ടിൽ കേട്ടില്ല, അറിയോ? നീ ആരാടി? എന്റെ ഭാര്യ? അതിനെ കുറിച്ച് പിന്നീട് ആലോചിക്കാം. കമോൺ, വരൂ. ആദ്യം അകമൊക്കെ ഒന്ന് കാണട്ടെ. ഒരു വട്ട് സാധനം. Beautiful cottage, but finishing is not up to the mark. Never mind. ഒരു ബ്ലാങ്ക് ചെക്ക് തരൂ, ഈ കോട്ടേജ് ഞാൻ മനോഹരമാക്കാം. വിട്. വിടില്ല. ഞാൻ തിരിച്ചൊരു പിടി പിടിച്ചാണ്ടല്ലോ, നിന്റെ ഭാര്യയെല്ലൊക്കെ പപ്പടം പൊട്ടും പോലെ പൊട്ടും. പിന്നെ ഒന്ന് പിടിച്ചു നോക്കിക്കേ. ഈ പുരുഷൻ എന്ന് പറയുന്നവനുണ്ടല്ലോ, അവനൊരു മണ്ടനാ. പെണ്ണിനേക്കാളും തടിയും തലയെടുപ്പും ഒക്കെ കൂടും. അവന്റെ വിചാരം അവനൊന്ന് അമർത്തി പിടിച്ച പെണ്ണങ്ങ് ഞെരിഞ്ഞു പോകുന്ന. അവിടെയാണ് ദൈവം പുരുഷനെ മണ്ടനാക്കിയത്. പെണ്ണ് ഞെരിയില്ല, അവൾക്കതൊരു സുഖമാണ്. വേണമെങ്കിൽ എന്നെ ഒന്ന് ഞെരിച്ചു നോക്കൂ. കമോൺ, ട്രൈ. അടുക്കളയിൽ പോയി അവിടെ പാലോ പഞ്ചസാരയോ ബ്രെഡോ വല്ലതും കാണും. എന്തെങ്കിലും ഉണ്ടാക്കി. ഞാൻ ആദ്യം വീട് മുഴുവനൊന്ന് കാണട്ടെ. ഓ സോറി, ഞാൻ മറന്നുപോയി. ഒരു കവറുണ്ടായിരുന്നു. വെൽ ഡോക്ടർ, മരണസമയം ശരിക്കും പറയാൻ എനിക്ക് ഡെഡ് ബോഡി നല്ലപോലെ പരിശോധിക്കണം. ഏതായാലും 8 മണിക്ക് മുൻപാകാൻ തരവില്ല. കാരണം ഞാൻ ഇതിലെ 8 മണിക്ക് കടന്നു പോകുമ്പോ ഈ മൃതശരീരം ഇവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു? ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടി ഡിന്നറിന് പോവായിരുന്നു. അവിടെ വന്നപ്പോഴാണ് ഫ്രണ്ട് രവിക്ക് ഫോൺ ചെയ്യണമെന്ന കാര്യം ഓർത്തത്. ആ ബൂത്തിൽ പോയി ഫോൺ ചെയ്തു. ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യർ? അല്ല, വിജയ് മേനോൻ, GK മേനോന്റെ മകൻ. ഡോക്ടർ, ഒരു ഏകദേശ സമയം? എന്തായാലും 8 മണിക്ക് മുൻപല്ല. അപ്പോ ഇനി എനിക്ക് പോകാനല്ലോ ഇൻസ്പെക്ടർ. ഞാൻ ഇവിടെ നിന്നാൽ ഉറക്കം തൂങ്ങി താഴെ വീഴും. ഓൾ റൈറ്റ്. ഈ മർഡർ കേസ് സംബന്ധിച്ച് ഇനിയും നിങ്ങളുടെ സഹായം വേണ്ടി വരും. എന്നെ എപ്പോ വിളിച്ചാലും ഞാൻ അപ്പോ പോലീസ് സ്റ്റേഷനിൽ വരാം. ഗുഡ് നൈറ്റ്. വാൻ ലൈറ്റ്. താങ്ക് യു. ഞാൻ നടന്നു വെച്ചു. കള്ളക്കടത്തുകാരുടെ പിടിയിൽ നിന്നും നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചത് തൂക്കുമരത്തിൽ കുടുങ്ങി മരിക്കാനായിരുന്നു അല്ലേ? എന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്കറിയാമായിരുന്നല്ലോ.
അവരെ പിന്തുടർന്ന് വിവരങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമല്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. മൊയ്തു, എന്തായാലും നീ ചെയ്തത് തെറ്റാണ്. നിന്നെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ നിന്നോടത് ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി എന്റെ ഏക ബന്ധു നീയായിരുന്നു. നീ എന്റെ അംഗരക്ഷകൻ മാത്രമായിരുന്നില്ല, എന്റെ അമ്മ പ്രസവിക്കാത്ത കൂടപ്പിറപ്പായിരുന്നു. ഒരിക്കലും വിട്ടുപിരിയാത്ത സഹോദരൻ. മനുഷ്യബന്ധങ്ങൾക്ക് മുമ്പിൽ നിയമത്തിന് തലകുനിച്ചേ പറ്റൂ. എവിടെയെങ്കിലും ഓടി ഒളിക്കും വേഗം. ഒരിക്കലും നിന്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നവരെ നിന്നെ ആരും കാണരുത്, എന്റെ അടുത്ത് പോലും വരരുത്. മൊയ്തു, നിന്നെ കാണാതെ കഴിയുന്ന കാര്യം ഓർക്കുമ്പോ എന്നെ മനസ്സിലായില്ല അല്ലേ? എന്റെ പേര് സംഗീത, മിസ്റ്റർ കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഇന്നലെ ബോംബെന്ന് വന്നു. കുമാരനോട് പറഞ്ഞിട്ടുണ്ട്. വരൂ, ഇരിക്കൂ. ഉടനെ വരാമെന്നും പറഞ്ഞാണ് പോയത്. ടീ, കോഫി ഓർ കൂൾ ഡ്രിങ്ക്? എന്തെങ്കിലും കൊണ്ട്. ഇന്ന് രാവിലെ പത്രത്തിലൊരു വാർത്തയും കൊണ്ടുണ്ട്, ഉടനെ ഇറങ്ങി തിരിച്ചതാണ്. ജസ്റ്റ് എ മിനിറ്റ്. രാവിലെ ഈ കുമാർ തല്ലിപ്പിലാക്കുക. എന്ത് പറ്റി? പ്രൈവറ്റ് സെക്രട്ടറി ചെന്നു സംസാര പതിവണം കൂടെ കൊണ്ടു കിടക്കും. ഇടപാടേ മറ്റതാണ്, ഇത് മറ്റത്. അതൊക്കെ പറയാ. കുമാറിന്റെ ഏതോ റിലേറ്റീവ് ആണെന്നാ എന്നോട് പറഞ്ഞത്. റിലേറ്റീവ്സാ വിടക്കുണ്ട ഞാൻ എഴുതും. അതാ പത്രധർമ്മം. തന്തപ്പടിയാലും ശരി, വിടക്കുണ്ട തൂലി അങ്ങോട്ട് ചടിക്കും. ഒന്നും മിണ്ടാതിരിക്കാശാനെ. ആകെ 5-6 എല്ലല്ലേ ബാക്കിയുള്ളൂ. നീ അതും കൂടി കളയണോ? ഒന്ന് പറയാതെ നിർത്തില്ലാട്ടാ. ചരക്കേ ഫസ്റ്റ് കുമാർ ജഗജില്ലാണ് കേട്ടോ. സമ്മതിച്ചിരിക്കണം. ബോംബെയിൽ. ബോംബെയോ? അല്ലെങ്കിൽ അല്പോ മലയാളിക്കുട്ട നാട് ബോംബെന്ന്. അച്ഛന്മാരോ? അച്ഛനും അമ്മയും. ഇല്ലേ? ഹലോ. എന്താ കുമാർ, ആ ന്യൂസ് കണ്ട് ഞാൻ ആകെ പരിഭ്രമിച്ചത്. എന്താ ഉണ്ടായത്? താൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ? ഇല്ല.
ആ ടെലിഫോണിന്റെ കാര്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ഉടൻ തന്നെ വിവരം അറിയിച്ചിരുന്നുകൊണ്ട് ഞാൻ അതേന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ പത്രം കണ്ടപ്പോഴാണ് ഇത്രയും സീരിയസ് ആയ ഒരു സംഭവം നടന്നതെന്ന് അറിഞ്ഞത്. വാട്ട് ഈസ് ഓൾ ദിസ്? ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, എന്നോട് യാതൊന്നും ചോദിക്കരുത്. മിസ്റ്റർ കുമാർ, യു ആർ എ മാൻ ഓഫ് മിസ്റ്ററീസ്. ഈ സീരിയൽ ഉണ്ടല്ലോ ഉള്ള ഒരു ദിവസം അങ്ങനെ കണ്ടുപിടിക്കും. ഒരു കലക്കാങ്ങൾ കലക്കും. ബോംബെ കുമാറിന്റെ അത്ഭുത ക്രിയകൾ അതായത് തലക്കെട്ട്. ആ എഴുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആശാന ബാറിൽ എന്റെ അക്കൗണ്ടിൽ വേണ്ട വാട്ടേഴ്സ് തരാൻ ഏർപ്പാടിയിട്ടുണ്ടല്ലോ, അത് ഞാൻ ക്യാൻസൽ ചെയ്യും. അയ്യോ ചതിക്കല്ലോ, എനിക്കിപ്പോ സ്കോച്ചിൽ വേണമെന്നുണ്ട്. ഇനി ഒരു അക്ഷരം എഴുതില്ല.